വെൽക്കം ടു ഇഗ്നോ പോയിന്റ്. സോ ഇന്നത്തെ പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് BA ഹിസ്റ്ററി അഥവാ BA ഓണേഴ്സ് ഹിസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി പ്രോഗ്രാമിന് ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഈ രണ്ട് BA ഹിസ്റ്ററി ആയിക്കോട്ടെ BA ഓണേഴ്സ് ഹിസ്റ്ററി ആയിക്കോട്ടെ ഈ രണ്ട് കോഴ്സസിൻ്റെയും എലിജിബിലിറ്റിയും അതിൽ വരുന്ന സബ്ജക്ട്സും എങ്ങനെയായിരിക്കും പ്രോഗ്രാം സ്ട്രക്ചർ തുടങ്ങിയ ഡീറ്റെയിൽസ് നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9562636469 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങളുടെ മെസ്സേജസ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഡൗട്ട്സ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 24 ഹവേഴ്സിനുള്ളിൽ തന്നെ റിപ്ലൈ തരാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഒട്ടനവധി പ്രോഗ്രാം ഡീകോഡ് വീഡിയോസ് വിവിധ BA MA MSW MBA തുടങ്ങിയ കോഴ്സസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ പ്രോഗ്രാം ഡീകോഡ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. സോ ആ വീഡിയോസിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റേതെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയോ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുകയോ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ബാച്ചുലർ ഓഫ് ആർട്സ് ഹിസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ കോഡ് BAFHI ആണ്. അതുപോലെ തന്നെ ബാച്ചുലർ ഓഫ് ഹിസ്റ്ററി ഓണേഴ്സ് കോഴ്സിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇഗ്നോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ബാച്ചുലർ ഓഫ് ആർട്സ് ഹിസ്റ്ററിയും ബാച്ചുലർ ഓഫ് ആർട്സ് ഓണേഴ്സ് ഹിസ്റ്ററിയും തമ്മിൽ ചെറിയ രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചുലർ ഓഫ് ഓണേഴ്സ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ തീർച്ചയായിട്ടും ഉണ്ട്. അതേസമയം ബാച്ചുലർ ഓഫ് ആർട്സ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പഠിക്കേണ്ട സബ്ജക്റ്റുകളിൽ കുറച്ച് മെയിൻ സബ്ജക്ട്സ് ഏതാണ് അഥവാ ഹിസ്റ്ററി ആയിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന സബ്ജക്ട്സ് ഏതാണ് എന്ന ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ മറ്റ് വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഏതൊരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ എടുക്കുന്ന മെയിൻ സബ്ജക്റ്റ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഹിസ്റ്ററി BA ഹിസ്റ്ററി ആണല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, അഥവാ BA ഓണേഴ്സ് ഹിസ്റ്ററിയാണ് ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹിസ്റ്ററിയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പേപ്പേഴ്സ് പഠിക്കും. അതിന് നമുക്ക് കോർ പേപ്പേഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസ് എന്ന് വിളിക്കാം. അതേസമയം ആ മെയിൻ പേപ്പേഴ്സ് എല്ലാവരും പഠിക്കേണ്ടി വരും. അതേസമയം നമ്മൾ ലാംഗ്വേജ് പേപ്പേഴ്സ് ഇപ്പോൾ കോളേജിലാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെ അവിടെ ആൾക്കാർ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള അവയർനെസ്സിന് വേണ്ടിയിട്ടൊക്കെ എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ എല്ലാ യൂണിവേഴ്സിറ്റികളിലും തന്നെ കാണുന്നതാണ്. സോ അത്തരത്തിലുള്ള കോഴ്സസ് ഇഗ്നോയിലും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഒരു വൊക്കേഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പോലത്തെ പേപ്പേഴ്സും ഒക്കെ വരാറുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ മെയിൻ സബ്ജക്റ്റ് മാത്രമായിരിക്കില്ല പഠിക്കുക. മെയിൻ സബ്ജക്റ്റ് കോർ സബ്ജക്ട്സ് ആണ് എങ്കിൽ പോലും അതിനോട് ചേർത്ത് നമ്മൾ മറ്റു പല സബ്ജക്ട്സും പഠിക്കും. അപ്പോൾ ആ സബ്ജക്ട്സൊക്കെ സബ്സിഡറി വൊക്കേഷണൽ കോഴ്സസ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ആ കോഴ്സസ് ഏതാണെന്ന് തിരിച്ച് ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന BA ഓണേഴ്സ് കോഴ്സിലാണ്. BA ഹിസ്റ്ററിയിലും ഈ കോഴ്സസൊക്കെ ഉണ്ടെങ്കിലും മേജറായിട്ടുള്ള പേപ്പേഴ്സ് ഏതാണ് എന്നുള്ളതാണ് BA ഓഫ് ആർട്സ് ഹിസ്റ്ററിയുടെ പ്രോഗ്രാം സ്ട്രക്ചറിൽ ടേബിളായിട്ട് ഇഗ്നോയുടെ ഒഫീഷ്യൽ പ്രോസ്പെക്ടസിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യൽ പ്രോസ്പെക്ടസിൽ തന്നിരിക്കുന്ന ടേബിളാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത്. സോ ബാച്ചുലർ ഓഫ് ആർട്സ് ഹിസ്റ്ററി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കോഴ്സസ് അഥവാ സബ്ജക്ട്സിൻ്റെ കോഡ് എന്തൊക്കെയാണ്, ആ സബ്ജക്റ്റിൻ്റെ പേരെന്താണ്, അതുപോലെ തന്നെ ആ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്രെഡിറ്റ് എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട പേപ്പേഴ്സ് ഏതൊക്കെയാണ്? BHIC 101 എന്ന് പറയുന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ BHIC 102 സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ആൻഷ്യൻ വേൾഡ്. അങ്ങനെയാണ് ഓരോ പേപ്പേഴ്സിൻ്റെയും കോഴ്സ് കോഡ് അഥവാ സബ്ജക്റ്റിൻ്റെ കോഡും സബ്ജക്റ്റിൻ്റെ പേരും നമുക്ക് വായിച്ചെടുക്കാം. ഇനി നിങ്ങൾ ഏറ്റവും താഴെയുള്ള സബ്ജക്റ്റ് ശ്രദ്ധിക്കുക. അവിടെ BHIC 104 അല്ലെങ്കിൽ BHIC 111 ഇതിലേതെങ്കിലും പേപ്പർ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഈ രണ്ട് പേപ്പറും പഠിക്കേണ്ട കാര്യമില്ല. ഈ രണ്ട് പേപ്പറിൽ ഏതെങ്കിലും ഒരു പേപ്പറാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ എന്താണ് നമുക്കിഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് മിഡീവൽ വേൾഡ് പഠിക്കണമെങ്കിൽ അത് പഠിക്കാം. നിങ്ങൾക്ക് മധ്യകാലഘട്ടത്തെക്കുറിച്ചാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ അത് പഠിക്കാം. അതേസമയം ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ് അഥവാ ആധുനിക യൂറോപ്യൻ ചരിത്രമാണ് നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അത് പഠിക്കാം. സോ ഇങ്ങനെയുള്ള ചില ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി പേപ്പേഴ്സ് എല്ലാവരും പഠിക്കേണ്ട പേപ്പേഴ്സാണ്. ഇതിനോടൊപ്പം എന്ത് ചെയ്യണം? ലാംഗ്വേജ് പേപ്പേഴ്സ് വരും, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പോലത്തെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പോലത്തെ പേപ്പേഴ്സൊക്കെ പഠിക്കേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് BA ഹിസ്റ്ററി കോഴ്സ് എടുത്താൽ സംഭവിക്കുന്നത്. ഇനി BA ഓണേഴ്സ് ഹിസ്റ്ററിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. സോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യട്ടെ. ഓക്കെ, സോ ഓക്കെ,
ഇതാണ് BA ഓണേഴ്സ് ഹിസ്റ്ററി. സോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് BA ഓണേഴ്സ് ഹിസ്റ്ററി BAHIH എന്ന് പറയുന്ന പ്രോഗ്രാം കോഡിൽ വരുന്ന കോഴ്സാണ്. സോ അതിൻ്റെ പ്രോഗ്രാം സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് കോർ കോഴ്സ് എന്താണ്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എന്താണ്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സസ് എന്താണ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഏതാണ്, ജനറിക് എലക്റ്റീവ്സ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ ടേബിളിൽ ഡിവിഷൻസ് വെച്ചിരിക്കുന്നതുകൊണ്ട് കോഴ്സ് കോഡുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. ആ സബ്ജക്റ്റിൻ്റെ പേര് എന്താണെന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ സബ്ജക്റ്റിൻ്റെ പേര് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ കോഴ്സ് കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇഗ്നോ എന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സ് കോഡ് കിട്ടും. അല്ലെങ്കിൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നോ തന്നെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഇൻ ജനറൽ ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കോർ കോഴ്സസ്, അതായത് നമ്മുടെ മെയിൻ സബ്ജക്റ്റിൻ്റെ പേപ്പേഴ്സ് നമുക്ക് എല്ലാ സെമിസ്റ്ററിലും വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ സെമ്മിൽ 2 പേപ്പർ പഠിക്കണം, രണ്ടാമത്തെ സെമ്മിൽ 2 എണ്ണം വരുന്നു, മൂന്നാമത്തെ സെമ്മിൽ 3 എണ്ണം വരുന്നു, നാലാമത്തെ സെമ്മിൽ 3 എണ്ണം വരുന്നു, അഞ്ചാമത്തെ സെമ്മിൽ നമുക്ക് 2 പേപ്പറാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ 6ാമത്തെ സെമ്മിൽ നമുക്ക് വീണ്ടും 2 പേപ്പർ വരുന്നു. ഇനി ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് വരുന്നത് നമുക്ക് 5ലും 6ലുമാണ്. അപ്പോൾ അവിടെ ഈ 5ലും 6ലും നിങ്ങൾ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ എനി 2 എന്ന് പറഞ്ഞിട്ട് 3 കോഴ്സാണ് 5ാമത്തെ സെമിസ്റ്ററിൽ തന്നിരിക്കുന്നത്. BHIE 141, 143, 145. അപ്പോൾ ഈ 141, 143, 145ൽ നമുക്ക് ഇഷ്ടമുള്ള 2 എണ്ണം മാത്രം എടുത്ത് പഠിക്കുക. അപ്പോൾ അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പേപ്പർ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ BHIE 141 എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏതാണ്, അതിലെന്താണ് വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബെറ്ററായിട്ട് നമുക്ക് ഏതാണ് പഠിക്കാൻ എളുപ്പം, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കരിയറിന് ആവശ്യമായിട്ടുള്ള പേപ്പർ ഏതാണെന്ന് മനസ്സിലാക്കി അത് ചൂസ് ചെയ്യാൻ സഹായകമാവും. ഇനി അതേപോലെ തന്നെ 6th സെമിസ്റ്ററിൽ വരുമ്പോൾ BHI 142, 144. അപ്പോൾ അതിൻ്റെ പേപ്പറിൻ്റെ പേര് നോക്കുക, അതിലെന്താ പഠിക്കുന്നതെന്ന് നോക്കുക, അതിനുശേഷം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോഴ്സ് സെലക്ഷൻ വരുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡൗട്ട്സ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ, നിങ്ങളുടെ സ്ട്രെങ്ത് ഏതാണ്, വീക്ക്നെസ് ഏതാണ് എന്ന് നമുക്ക് അറിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് കോഴ്സ് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഡൗട്ട്സ് ഉള്ള ആളുകൾ വാട്സപ്പ് നമ്പറിൽ നമുക്ക് ഒരു വോയിസോ ടെക്സ്റ്റോ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ സംശയം എന്താണോ അത് പറയുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ വാട്സപ്പ് നമ്പർ 95 62 63 64 69 എന്ന നമ്പറാണ്. ഓക്കെ, എഗെയിൻ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ BEVA 181 എന്ന് പറഞ്ഞു. അതൊരു എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് പേപ്പറാണ്. അത് എല്ലാ ഡിഗ്രിക്കാരും മീൻസ് പുറത്തെ യൂണിവേഴ്സിറ്റിയിലും പഠിക്കും, പക്ഷേ അതിൻ്റെ കോണ്ടൻറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഇഗ്നോയിൽ ഡിഗ്രി ചെയ്യുന്ന എല്ലാവരും ചെയ്തൊരു പേപ്പറാണിത്. ഇനി എഗെയിൻ സെക്കൻഡ് സെമിസ്റ്റർ വരുമ്പോൾ BEGA 182 ഓർ BHDA 182 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ലാംഗ്വേജ് ആണ്. അതായത് BEGA എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു പേപ്പറാണ്. അതേപോലെ തന്നെ BHDA 182 എന്നത് ഹിന്ദി. അപ്പോൾ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇത് നമുക്ക് എന്തായിരിക്കും കംഫർട്ടബിൾ അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം BEGA 182 ആയിരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള പേപ്പർ. ഇനി അങ്ങനെ ഓരോ സെമസ്റ്ററിലെയും വേറെ ഒരു സെമസ്റ്ററിലും നമുക്കങ്ങനെ ലാംഗ്വേജ് പേപ്പേഴ്സ് വരുന്നില്ല. സെക്കൻഡ് സെമ്മിലാണ് നമുക്ക് ലാംഗ്വേജ് പേപ്പേഴ്സ് വരുന്നത്. ഇനി സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് നമുക്ക് 3ാമത്തെയും 4ാമത്തെയും സെമസ്റ്ററിലാണ് വരുന്നത്. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കേണ്ടി വരിക. ഇനി ജനറിക് എലക്റ്റീവ്സ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതിൽ ഒരുപാട് കോഴ്സസിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതും കൃത്യമായിട്ട് ഓരോ കോഴ്സ് കോഡും സബ്ജക്ട് പേപ്പറും എന്താണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പോർട്ടലിൽ നമ്മൾ കോഴ്സസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കമ്പൽസറി ആയിട്ടുള്ള കോഴ്സസ് ഓട്ടോമാറ്റിക്കലി അവിടെ സെലക്ട് ചെയ്ത് കിടക്കും. അതേസമയം നമ്മൾക്ക് ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ട് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ കെയർഫുള്ളായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ആ കോഴ്സ് കോഡിൽ നിന്ന് അവർ പറയും ഏതെങ്കിലും 2 എണ്ണം സെലക്ട് ചെയ്യൂ, 3 എണ്ണം സെലക്ട് ചെയ്യൂ എന്നൊക്കെ പറയുന്ന അവസരത്തിൽ വലിയൊരു ലിസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് ആ കോഴ്സ് കോഡിൽ ഏതാണ് പേപ്പർ വരുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്കത് പഠിക്കാൻ ഇഷ്ടമുണ്ടോ, ആവശ്യമുണ്ടോ, നമ്മുടെ കരിയറിന് അത് ഉപകരിക്കുമോ എന്ന് നോക്കി അതിനനുസരിച്ച് കോഴ്സ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അവിടെ ഡൗട്ട്സ് ഉണ്ടെങ്കിലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓരോ പേഴ്സൻ്റെയും ആവശ്യം വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പേപ്പർ പഠിക്കുന്നതാണ് നല്ലത്, മറ്റൊരു പേപ്പർ പഠിക്കുന്നത് മോശമാണ്, അങ്ങനെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരെ ആവശ്യം അറിഞ്ഞ് മാത്രമേ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇഗ്നോയിൽ തന്നെ ഹിസ്റ്ററി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇഗ്നോയിൽ മറ്റ് പല കോഴ്സസും ചെയ്തിട്ടില്ല, ഇപ്പോൾ കറൻ്റ്ലി ഈ ഫീൽഡൊക്കെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസിൽ നിന്നും വേർഡ്സിൽ നിന്നും ആയിരിക്കും നമ്മൾ നിങ്ങൾക്കൊരു അഡ്വൈസ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ,
ജനറിക് എലക്റ്റീവ്സ് എന്ന് പറഞ്ഞ കാര്യവും നമ്മൾ ഇതേപോലെ തന്നെ ലിസ്റ്റ് ഓഫ് കോഴ്സസ് ഉണ്ട്, അതിൽ നിന്നായിരിക്കും നമ്മൾ പഠിക്കേണ്ടി വരിക. ഇനി ഓരോ സെമസ്റ്ററിലും ടോട്ടൽ ക്രെഡിറ്റ്സ് 22 ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഏതാണ് കോർ കോഴ്സ്, ഡിസിപ്ലിൻ സ്പെസിഫിക്, അത് ഏതൊക്കെ സെമ്മിലാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ എന്തൊക്കെയായിരിക്കും പഠിക്കേണ്ടി വരിക, നിങ്ങൾ ഈ ടേബിൾ വെച്ച് ഈ ടേബിളിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ 2 കോർ കോഴ്സസ് പഠിക്കും, അതോടൊപ്പം എബിലിറ്റി എൻഹാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് BEVA 181 പഠിക്കും, പിന്നെ നമുക്ക് ജനറിക് എലക്റ്റീവ്സ് ആണ് വരുന്നത്. എഗെയിൻ സെക്കൻഡ് സെമ്മിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ആ ടേബിൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സസാണ് പഠിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റിനും സെക്കൻഡിനും 22 ക്രെഡിറ്റിനാണ് പഠിക്കേണ്ടത്. തേർഡ് സെമ്മ് വരുമ്പോൾ 28 ആണ്. എഗെയിൻ ഫോർത്ത് സെമ്മ് വരുമ്പോഴും 28 ക്രെഡിറ്റ്സ് ആണ്. ഫിഫ്ത്തിൽ 24 ആൻഡ് എഗെയിൻ സിക്സ്ത്തിൽ 24. അങ്ങനെ 148 ക്രെഡിറ്റ്സിനാണ് BA ഓണേഴ്സ് ഹിസ്റ്ററിക്ക് നമ്മൾ പഠിക്കേണ്ടി വരിക. സോ ഇത്രയും കാര്യങ്ങളാണ് BA ഓണേഴ്സ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ വളരെയധികം സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഹിസ്റ്ററി. നിങ്ങൾക്ക് ഫെർദർ ആർക്കിയോളജി അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്ട്സിലേക്കൊക്കെ മൂവ് ചെയ്യാനും BA ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഹെൽപ്ഫുൾ തന്നെയായിരിക്കും. നമ്മളെടുക്കുന്ന പേപ്പേഴ്സും അതിനനുസരിച്ചൊക്കെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഏത് ഫീൽഡിലേക്കാണോ ഫർദർ പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് എക്സാമിനാണോ അപ്പിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വിഷയമാണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇഗ്നോയിൽ തന്നെ MA ഹിസ്റ്ററി പ്രോഗ്രാം അവൈലബിൾ ആണ്. അപ്പോൾ MA ഹിസ്റ്ററിയുടെ ഡീകോഡും നമ്മൾ ഇതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. UGC പോലത്തെ നെറ്റ് എക്സാംസിനും അല്ലെങ്കിൽ UPSC പോലത്തെ എക്സാംസിനുള്ള ഓപ്ഷണൽ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഹിസ്റ്ററിയോടുള്ള ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ടും പലരും BA ഹിസ്റ്ററിയും MA ഹിസ്റ്ററിയും ഒക്കെ ഇഗ്നോയിൽ നിന്ന് പെർസ്യൂ ചെയ്യാറുണ്ട്. സോ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിലും തീർച്ചയായിട്ടും ഈ അഡ്മിഷൻ സെഷനിൽ നിങ്ങൾക്ക് ഈ ഒരു BA ഹിസ്റ്ററി അഥവാ MA ഹിസ്റ്ററി പോലെയുള്ള കോഴ്സസിനൊക്കെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇഗ്നോയിൽ ഒട്ടനവധി കോഴ്സ് ഉണ്ട്. സോ വിത്തൗട്ട് ഫെർദർ ഡിലേ നിങ്ങളുടെ അഡ്മിഷൻ സെക്യൂർ ചെയ്യുക. ഈ സെഷൻ അല്ലെങ്കിൽ പോലും ഇനി അടുത്ത സെഷൻ ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു കോഴ്സ് പെർസ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഡിലേ ചെയ്യാതെ എത്രയും പെട്ടെന്ന് പെർസ്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഹാവ് എ ഹാപ്പി ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മുടെ ഈ ചാനലിൽ ഇഗ്നോയുടെ അപ്ഡേറ്റ്സ്, ഇഗ്നോയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ, നോട്ടിഫിക്കേഷൻ, എക്സാം അസൈൻമെൻറ്റ്സ്, അതേപോലെ തന്നെ ഡെഡ് ലൈൻസ്, ഇതിൻ്റെ എല്ലാം അലേർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് ഫ്രീ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വി ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്. ആൻഡ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ഇനീഷ്യേറ്റീവ്സുമായിട്ട് വരുന്നതായിരിക്കും. നമ്മളായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. സോ നിങ്ങളുടെ ഇഗ്നോ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ ചാനൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആസ് എ ടോക്കൺ ഓഫ് സപ്പോർട്ട് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഹാവ് എ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.